ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. T20 വേൾഡ് കപ്പ് സെമി ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം. വ്യാഴാഴ്ച രാത്രി 8 മണിക്ക് ഗയാന പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. T20 വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ ഇത് രണ്ടാം തവണയാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടുന്നത്. 2022 ഓസ്ട്രേലിയയിൽ നടന്ന T20 വേൾഡ് കപ്പിൽ ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ ഇന്ത്യയെ 10 വിക്കറ്റിന് ഇംഗ്ലണ്ട് തോൽപ്പിച്ചിരുന്നു. ഇതിന് പകരം വീട്ടാൻ ഇന്ത്യക്ക് കിട്ടുന്ന മികച്ചൊരു അവസരമാണിത്. ഈ സെമി ഫൈനൽ പോരാട്ടത്തിന് മഴ ഭീഷണിയുണ്ട്. കളി നടക്കുന്ന ഗയാനയിൽ ശക്തമായ മഴയാണ് ഇപ്പോൾ ഉള്ളത്. ഈ മത്സരം നടക്കുന്ന വ്യാഴാഴ്ച ദിവസവും ഗയാന പ്രൊവിഡൻസിൽ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണം. ഈ സെമി പോരാട്ടം മഴയെടുത്താൽ ഇന്ത്യക്കായിരിക്കും ഗുണം ചെയ്യുക. എന്നാൽ മഴ പെയ്താലും ഗയാന പ്രൊവിഡൻസ് സ്റ്റേഡിയം മികച്ച ഡ്രെയിനേജ് ഫെസിലിറ്റി ഉള്ള സ്റ്റേഡിയമാണ്. അതുകൊണ്ട് തന്നെ മഴ മൂലം കളി തടസ്സപ്പെട്ടാൽ പുനരാരംഭിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. കൂടാതെ ആദ്യ സെമി പോരാട്ടത്തിന് റിസർവ് ദിനമുണ്ട്. എന്നാൽ രണ്ടാം സെമി പോരാട്ടത്തിന് റിസർവ് ദിനമില്ല. അതുകൊണ്ട് തന്നെ മഴ മൂലം കളി തടസ്സപ്പെട്ടാൽ പുനരാരംഭിക്കാൻ 250 മിനിറ്റ് എക്സ്ട്രാ നൽകുന്നുണ്ട്. അതിലും സാധിക്കാതെ മത്സരം ഉപേക്ഷിക്കേണ്ടി വന്നാൽ അത് ഇന്ത്യക്കാവും ഗുണം ചെയ്യുക. അങ്ങനെ വന്നാൽ സെമി ഫൈനൽ കളിക്കാതെ ഫൈനൽ കളിക്കാം. കാരണം സൂപ്പർ 8 പോരാട്ടത്തിലെ ഗ്രൂപ്പ് 1 ടോപ്പർമാരാണ് ഇന്ത്യ. ഇംഗ്ലണ്ട് ആവട്ടെ ഗ്രൂപ്പ് 2 രണ്ടാം സ്ഥാനക്കാർ. അങ്ങനെ ഇന്ത്യക്ക് നേരിട്ട് ഫൈനലിലേക്ക് ടിക്കറ്റ് ലഭിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനലിന് ട്വിറ്ററിൽ അംഗം കുറിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ട്. ഇപ്പോൾ തന്നെ പോരാട്ടം ട്വിറ്ററിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇംഗ്ലണ്ട് ടീം ഇന്ത്യയെ ട്വിറ്ററിൽ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അവസാനം ഏറ്റുമുട്ടിയ സെമിയിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ എന്നാണ് ഇന്ത്യയെ ട്രോളിയിരിക്കുന്നത്. ഇത് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിൻ്റെ ഔദ്യോഗിക പേജിലാണ് ഇങ്ങനെ കുറിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം ശക്തമായ മറുപടി ഇന്ത്യൻ ടീം ഗ്രൗണ്ടിൽ കാണിക്കുമെന്ന് തന്നെ വേണം പറയാൻ. മികച്ച ചാമ്പ്യൻ ടീമാണ് ഇന്ത്യ. ഇതുവരെ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ ടീം കാഴ്ചവെച്ചിട്ടുള്ളത്. എന്തായാലും ശക്തമായൊരു സെമി ഫൈനൽ പോരാട്ടം ആരാധകർക്ക് പ്രതീക്ഷിക്കാം. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.